എനിക്ക് മുമ്പേ പെർഫെക്ഷനിസത്തിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല, പക്ഷെ മരുന്ന് കഴിക്കുന്നുണ്ട്. പലപ്പോഴും മരുന്ന് വരുന്നത് ക്ലയൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും. ഈ ഒരു കാര്യത്തിൽ മൊത്തത്തിൽ എൻ്റെ ചിന്താഗതി മാറ്റിയ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയാം. മാജിക് ഡോട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ലീഡർഷിപ്പിന്റെ അണ്ടറിൽ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി. എക്സൈറ്റ്മെന്റോടെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്നായി വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ചറപറ വർക്കുകൾ ഒന്ന് ചെയ്ത് തീരാൻ സമയമില്ല, അപ്പോഴേക്കും അടുത്തത് വരും. എൻ്റെ പെർഫെക്ഷനിസമായിട്ട് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ തൃപ്തിക്കുറവ് ഞാനൊരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ അറിയിച്ചു. ആ മെസ്സേജിന് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പക്ഷെ അടുത്ത ദിവസം ടീം മീറ്റിങ്ങിൽ ഡിസ്കഷനുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആരുടെയും സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്, നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് എന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതായിക്കൊള്ളണമെന്നില്ല, പക്ഷേ അത് എൻ്റെ ഉള്ളിലൊരു ബൾബ് കത്തിച്ചു. അവിടെ മുതൽ ടോട്ടൽ എൻ്റെ തോട്ട് പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. പർപ്പസാണ് മുഖ്യം, പെർഫെക്ഷൻ അല്ല. സൊല്യൂഷനാണ് മുഖ്യം, എസ്തെറ്റിക്സ് അല്ല. ചില വാക്കുകൾ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നമ്മളിലേക്ക് എത്തുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചില്ലറയായിരിക്കില്ല. അങ്ങനെ ആരുടെയെങ്കിലും ഉള്ളിൽ ബൾബുകൾ കത്തുകയാണെങ്കിൽ കത്തട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യുന്നതാണ്. വീണ്ടും കാണാം.